അവിയൽ, പരിപ്പ്, സാമ്പാർ, തോരൻ, ഇഞ്ചിക്കറി, പച്ചടി, ഉപ്പേരി, ശർക്കര പുരട്ടി, കളിയോടയ്ക്ക, മോരുകറി, പപ്പടം കാച്ചിയത്, പായസം, പാവയ്ക്ക മെഴുക്കുവരട്ടി അടപ്പയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ആ സമയം കൊണ്ട് ഞാൻ ഇതാണ് കാത്തൂൻ്റെയും കല്ലൂൻ്റെയും ഓണക്കോടി. അത് നമ്മൾ കുളിപ്പിച്ചിട്ട് അവരെ ഡ്രസ്സ് ഇടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ വിളക്കിൻ്റെ അവിടെ ചോറ് വിളമ്പിയിട്ട് അങ്ങനെ വെക്കുന്നൊരു പതിവുണ്ട്. വിളക്ക് കത്തിച്ചിട്ട് വിളക്ക് താഴെ വെക്കാൻ പറ്റത്തില്ല, പിള്ളേരൊക്കെ പിടിക്കുന്നതുകൊണ്ട് കിളത്തി വെച്ചിരിക്കുകയാണത്. പിന്നെ വേണ്ട ഇലയൊക്കെ ഇട്ട് സദ്യയൊക്കെ വിളമ്പി. ഇത് ഓണത്തിൻ്റെ നമ്മുടെ ഓണസദ്യയുടെയൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ. അന്ന് ഇത് എഡിറ്റ് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റിയില്ല. ഓണം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം മുതൽ പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. പിന്നെ അമ്മയ്ക്ക് കൈക്ക് വേദന ആയതുകൊണ്ട് അമ്മയെല്ലാം പച്ചക്കറികളൊക്കെ അരിഞ്ഞു തന്ന് സഹായിച്ചതേ ഉള്ളൂ. അമ്മ ഇപ്രാവശ്യം കുക്കിങ്ങിനൊന്നും കയറിയില്ല. കുക്കിങ് ഫുള്ള് ഞാനായിരുന്നു കേട്ടോ. കല്ലൂസിന് അഭിചേട്ടൻ പായസം കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമ്മയ്ക്ക് പിന്നെ കൈക്ക് വേദനയൊക്കെ ആയതുകൊണ്ട് അമ്മയും കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകണമായിരുന്നു. അങ്ങനെ ഒരുപാട് തിരക്കുകളൊക്കെ ആയത് കാരണം വീഡിയോ എഡിറ്റ് ചെയ്തിടാനായിട്ട് ഇപ്പോഴാണ് സാധിച്ചത് കേട്ടോ. കല്ലൂസിന് പായസം ഭയങ്കര ഇഷ്ടമാണേ. അഭിചേട്ടൻ കല്ലൂസിന് പായസം വാരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അഭിചേട്ടൻ ക്യാമറയ്ക്കകത്ത് വരാൻ ഒട്ടും താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പം കാത്തുക്കുട്ടിയാണ് കേട്ടോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റിൽ ഞങ്ങൾ രണ്ടുപേരോടാണ് കഴിച്ചത്. ഞങ്ങളുടെ ഓണം എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ തിരുവോണത്തിൻ്റെ അന്ന് മാത്രമേ ഇലയിട്ട് സദ്യ കഴിച്ചുള്ളൂ കേട്ടോ. നിങ്ങളൊക്കെ അങ്ങനെ തന്നെയാണോ, അതോ ഔട്ടവും ചതയോ ഒക്കെ ഇലയിട്ട് തന്നെയാണോ സദ്യ കഴിക്കാറ്? അപ്പോൾ കാത്തുക്കുട്ടിയോട് ഞാൻ പറയുന്നുണ്ട്, മതി വീഡിയോ ഒക്കെ എടുത്തത് മതി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ.